പോകും. അതെ, തീർച്ചയായിട്ടും ഈ ഓഫറുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ. 150 രൂപയുടെ ഓഫർ ഉണ്ടെന്ന് പറയും, പക്ഷെ നമ്മൾ ചെന്ന് വാങ്ങിച്ചുമ്പോഴേക്ക് ഒരു 1500 നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ആക്ച്വലി ഒരു ഷോപ്പിന്റെ തന്ത്രം അതാണ്, നമ്മൾ വീണു പോകുന്നതും അതിലാണ്. ഓഫർ അല്ലെങ്കിൽ റിഡീം ഇങ്ങനത്തെ കാര്യങ്ങളാണ് വീണു പോകുന്നത്. അത് ഹ്യൂമൻ സൈക്കോളജിയാണ്. അതെ, ഈവൻ ബിഗ് ജയൻസ് ആയ ഗൂഗിൾ പേ, നമുക്ക് പേയ്മെന്റും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ സ്ക്രാച്ച് കാർഡ്, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അതെ, പിന്നെ വേറെ എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടഡ് ഓഫേഴ്സ് കിട്ടും. 12,000 രൂപയുടെ എന്തെങ്കിലും നമുക്ക് 10,000 രൂപയ്ക്കോ 8,000 രൂപയ്ക്കോ കിട്ടും. അത് കാണുമ്പോൾ സാധാരണക്കാരൻ എന്താ വിചാരിക്കുക, ഓക്കെ എനിക്കത് ഇപ്പോൾ കിട്ടണം വാങ്ങിക്കും. അതിലൊരു അറൗണ്ട് 40% ആൾക്കാരും അത് വാങ്ങിച്ചിരിക്കും, ആവശ്യമില്ലെങ്കിലും അത് വാങ്ങിച്ചിരിക്കും. അപ്പോൾ ഒരു മന്തിൻ്റെ ആകുമ്പോൾ ഓക്കെ, നമ്മുടെ എഴുതി വെക്കുന്നവരാണെങ്കിൽ, ഡെയിലി ചിലവുകൾ എഴുതി വെക്കുന്നവരാണെങ്കിൽ അപ്പോൾ ചിന്തിക്കും